ഡിയേഴ്സ്, നമ്മളുടെ പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഈ ഒരു ചോദ്യം ഇല്ലാത്ത ഓണപരീക്ഷ ഉണ്ടാവാറില്ല. അത് ഏതാ ചോദ്യം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഫിഗർ എ റെഗുലർ ഹെക്സഗൺ, എ സ്ക്വയർ ആൻഡ് എ ട്രയാങ്കിൾ പുട്ട് ടുഗെദർ. ചിത്രത്തിൽ ഒരു സമഷഡ്ഭുജവും സമചതുരവും ഒരു ത്രികോണവും ചേർത്ത് വരച്ചിരിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇങ്ങനത്തെ ഒരുപാട് ഫിഗേഴ്സ് തന്നിട്ട് ഇതിന്റെ ഒരുപാട് കോണുകൾ കാണാൻ പറയും. ഇതിന്റെ ഓരോ സമഷഡ്ഭുജത്തിന്റെ ഒരു കോൺ എത്രയാണ്, ഈ ത്രികോണത്തിലെ ഏതൊക്കെ കോണുകളാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഏത് ഫിഗർ ആയിക്കോട്ടെ, ഇതുപോലെയുള്ള ഏത് ഫിഗർ വന്നാലും ഇടാ എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നാണ് കേട്ടോ മിസ് പറയുന്നത്. അപ്പൊ നോക്കിയടാ, ഫസ്റ്റ് ചോദിച്ചത് വാട്ട് ഈസ് വൺ ആംഗിൾ ഓഫ് എ സ്ക്വയർ. നോക്ക്, ഇതാണല്ലേ സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു ആംഗിൾ ഇതാ, ഈ ആംഗിൾസ് എത്രയാന്നാ ചോദിച്ചത്. അപ്പൊ എന്താടാ ഈ സ്ക്വയറിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം 90 ഡിഗ്രി ആണ് നമുക്കറിയാം. പക്ഷെ വെറുതെ 90 ഡിഗ്രി നിങ്ങൾക്ക് എഴുതി വെച്ചാൽ പോരാ. ഇങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ ആയിക്കോട്ടെ, റെഗുലർ പെന്റഗൺ ആയിക്കോട്ടെ, ഒരു റെഗുലർ പോളിഗണിന്റെ ഒരു ആംഗിൾ കാണാൻ പറഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നോക്ക്, സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യണം. അതായത് കോണുകളുടെ തുക ബൈ വശങ്ങളുടെ എണ്ണം ചെയ്യണം. അതായത് എന്തായിരിക്കടാ, ഇവിടെ കോണുകളുടെ തുക എന്താണ്, നമ്മളുടേതാ സമചതുരത്തിന്റെ കോണുകളുടെ തുക എന്തായിരിക്കടാ, ക്വാഡ്രിലാറ്ററലിന്റെ കോണുകളുടെ തുക എന്താണ്, 4 വശങ്ങളുള്ള പോളിഗണിന്റെ എന്താണ് സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, 360 ഡിഗ്രി ആണ്. സോ 360 ബൈ എത്ര വശങ്ങളുണ്ട്, 4 എണ്ണം. 360 ബൈ 4 ദാറ്റ് ഈസ് എന്തായിരിക്കും, 90 ഡിഗ്രി. ഇങ്ങനെ എഴുതി വെച്ചാൽ പെർഫെക്റ്റ് ആണ്, ഫുൾ മാർക്ക് ആണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, റൈറ്റ് ദ മെഷർ ഓഫ് ഓൾ ദ 3 ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ABC. നോക്ക്, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അതെങ്ങനെയാ കാണുക എന്നുള്ളതാണ് കേട്ടോ മിസ് പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ഈ ഒരു ആംഗിൾ എത്രയാന്ന് കാണാന്നാ. ഈ ആംഗിൾ എങ്ങനെയാ കാണുകയെന്നാണ് ആദ്യം പറയുന്നത്. അതായതെടാ നമ്മളിതാ ഇങ്ങനെ ഒരുപാട് വരകൾ വരച്ചു. ഈ പോയിന്റിന് ചുറ്റും നോക്ക്, ഇവിടെ ഒരു കോണ്ട്, ഇവിടെ ഒരു കോണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു പോയിന്റിന് ചുറ്റും ഒരുപാട് കോണുകളിലെ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും, 360 ഡിഗ്രി കിട്ടും. ഓക്കെ, ഈ കോണുകളെല്ലാം കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടും. അതായത് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത്, നമ്മളുടെ ആംഗിൾസിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കടാ, 360 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ ആണ് ഇത് ദെൻ ഇതും. ഈ 3 എണ്ണം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുവടാ, നമുക്ക് എത്ര കിട്ടും, 360 ഡിഗ്രി കിട്ടും. അപ്പൊ നോക്കിയേ, നമുക്ക് ഇതും കൂടി ഈ ആംഗിളും കൂടെ കണ്ടുപിടിച്ചാൽ ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ. അപ്പൊ നോക്ക്, ഈ ആംഗിൾ എത്രയായിരിക്കും, റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ ആണ് അത്. റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി, സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ പോരെ. സം ഓഫ് ആംഗിൾസ് എന്താണ്, ഏതൊരു റെഗുലർ ഹെക്സഗൺ എടുത്താലും ഏതൊരു ഹെക്സഗൺ എടുത്താലും അതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാടാ, 720 ഡിഗ്രി അല്ലേ. 720 ബൈ എത്ര സൈഡ്സ് ആണ് ഇതിനുള്ളത്, 6 സൈഡ്സ് അല്ലേ ഇതിനുള്ളത്. അപ്പൊ ഡിവൈഡഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 120 ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ആംഗിളും എത്ര ആയിരിക്കടാ, ഇവിടെയും 120, ഇതും 120, ഇതും 120, അങ്ങനെ എല്ലാ ആംഗിളും എന്തായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നോക്ക്, ഈ പോയിന്റിന് ചുറ്റുമുള്ള ഈ ആംഗിള്, പോയിന്റിന് വേറെ കളർ കൊടുക്കാം. നോക്ക്, ഈ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ആംഗിൾ എത്രയാടാ, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, ഒരു ആംഗിൾ 120 ഡിഗ്രി ആണ്. മിസ് പറഞ്ഞു എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം, 360 കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ കോൺ എത്ര ആയിരിക്കും ഉണ്ടാവുക, ഈ കോൺ എത്രയാ ഉണ്ടാവുക, 360ന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, 90 പ്ലസ് 120 മൈനസ് ചെയ്താൽ മതി. അതായത് 360 മൈനസ് 90 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ എന്താണ്, 210 മൈനസ് ചെയ്താൽ മതി. അതായത് 0 പോയാൽ 0, 6 1 പോയാൽ 5, ദെൻ 3 2 പോയാൽ 1. ഇവിടെ എത്ര ആയിരിക്കും ഉണ്ടാവുക, ഇത് 150 ആയിരിക്കും. ഓക്കെ, ഇത് 150 ഡിഗ്രി ആയിരിക്കും. ഇനി മിസ് പറയുന്നത് നോക്കിക്കോട്ടോ. നോക്കിയേ, ഈ സൈഡ് നോക്ക്, ഈ സൈഡും
ഈ സൈഡും ഒക്കെ ഈക്വൽ അല്ലേ? നോക്ക്, ഈ സൈഡും എല്ലാം ഈക്വൽ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആവുന്നതിനെയാണ് എന്ത് പറയുന്നത് നമ്മള്? റെഗുലർ ഹെക്സഗൺ. അല്ലെ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയതിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദാ ഈ സൈഡ് എന്ന് പറയുന്നത് എന്താടാ? ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഡ് എന്ന് പറയുന്നത് ദാ നമ്മളുടെ സമചതുരത്തിന്റെ സ്ക്വയറിന്റെ ഒരു സൈഡാണ് അല്ലെ? അപ്പൊ എന്തായിരിക്കും? ദാ ഇത് എത്രയാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ദാ ഇതും വരിക, അതുപോലെ തന്നെ ആയിരിക്കും ഇതും വരിക, അതുപോലെ തന്നെ ആയിരിക്കും ഇതും വരിക. ഓക്കെ, അപ്പൊ എല്ലാ സൈഡ്സും എന്താടാ? ഈക്വൽ ആണ്. അപ്പൊ നോക്കിയേ, ദാ ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. രണ്ട് സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള നമ്മളുടെ ട്രയാങ്കിളിനെ നിങ്ങൾ എന്താ വിളിക്കുക? രണ്ട് സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള. നോക്ക്, ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് എന്താടാ വിളിക്കുക? ഐസോസ്ലിസ് ട്രയാങ്കിൾ എന്നാണ്. അപ്പൊ ABC എന്തായിരിക്കും? ABC എന്താണ്? ഒരു ഐസോസ്ലിസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ തുല്യമായിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കടാ? തുല്യമായിരിക്കും. അപ്പൊ എന്താണ്? ഈ കോണും ഈ കോണും എന്താണ്? തുല്യമാണ് അല്ലെ? തുല്യമാണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് നോക്ക്, ഇവിടെ നോക്ക്, ഇത് 150 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഈ ത്രികോണത്തിലെ 3 കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ 180 മൈനസ് 150, അതായത് 30 ഡിഗ്രി കിട്ടണം. ഏത് കൂട്ടിയാല്? ഇവനും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണടാ? 30 ഡിഗ്രി കിട്ടണം. അപ്പൊ ഒരു കോൺ എത്രയായിരിക്കും? 30/2 ആയിരിക്കും. അപ്പൊ 15 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 15 ഡിഗ്രി ആണ് ഇവിടെയും, 15 ഡിഗ്രി ആണ് ഇവിടെയും. ഒന്നുമില്ല, രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ആദ്യത്തെ എന്താണ്? ഒരു കോണ് കാണണമെങ്കിൽ നിങ്ങൾ എന്തറിയണം? ഒരു പോയിന്റിന് ചുറ്റുമുള്ള എല്ലാ കോണുകളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടുമെന്ന് അറിയണം. അപ്പൊ 360 ഡിഗ്രി കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 150 ഡിഗ്രി ആയിരിക്കും നമുക്ക് മനസ്സിലാവും അല്ലെ? പിന്നെ രണ്ട് കോണുകളാണ് കണ്ടത്. ആ രണ്ട് കോണുകൾ എങ്ങനെയാ കണ്ടത്? നമുക്കറിയാം, രണ്ട് വശങ്ങൾ തുല്യാണ്. ഇതിന്റെ രണ്ട് വശങ്ങൾ തുല്യാണ്. ത്രികോണത്തിന്റെ, നമ്മുടെ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ തുല്യാണ്. അതിന് എന്താ പറയാടാ? ഐസോസ്ലിസ് ട്രയാങ്കിൾ എന്നാണ് പറയാ. ഐസോസ്ലിസ് ട്രയാങ്കിളിന് എന്താടാ പ്രത്യേകത? നമ്മുടെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് 50 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 30 ഡിഗ്രി കിട്ടണം. അപ്പൊ ഒന്ന് എത്രയായിരിക്കടാ? 30/2, അതായത് 15 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ അല്ലേ കാര്യം? നെക്സ്റ്റ് നോക്കിയേ. In the figure, a regular hexagon, a regular pentagon and a square put together. Write the ചിത്രത്തിൽ ഒരു ഷഡ്ഭുജവും സമചതുരവും ഒരു ത്രികോണവും ചേർത്ത് വരച്ചിരിക്കുന്നു. റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ AQR, ആംഗിൾ AQB, ആംഗിൾ PQB. അപ്പൊ ഏതൊക്കെയാണ്? ആംഗിൾ AQR, അതായത് ഇവൻ. ദെൻ ആംഗിൾ AQB, നോക്ക്, AQB, അതായത് ദിവൻ. ദെൻ അടുത്ത് PQB, ആംഗിൾ PQB, ഇവനും. ഇവനെയും കാണാനാ പറഞ്ഞത്. എങ്ങനെയാ കാണാ? നോക്ക്, ഇവൻ എന്ന് പറയുന്നത്, ഇവൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇവൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിലെ 1 ആംഗിൾ ആണ് അല്ലെ? സ്ക്വയറിന്റെ 1 ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയറില് 1 ആംഗിൾ, 1 ഇന്നർ ആംഗിൾ എന്താ? എങ്ങനെയാ കിട്ടുക? 1 ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. സം ഓഫ് ആംഗിൾസ് 360 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് 90 ഡിഗ്രി ആണ്. ഇനി അടുത്ത എന്താണ്? ഇതെന്താടാ? ഒരു സമപഞ്ചഭുജം അല്ലെ? റെഗുലർ പെന്റഗൺ ആണ്. പെന്റഗണിൽ എങ്ങനെയാടാ കാണാ? അല്ലെങ്കിൽ റെഗുലർ പെന്റഗണിൽ, റെഗുലർ ആണ് കേട്ടോ, റെഗുലർ സ്ക്വയർ എന്ന് എഴുതണ്ടല്ലോ അല്ലെ? അപ്പൊ റെഗുലർ പെന്റഗണിൽ എങ്ങനെയാടാ കാണാ? നോക്കിയേ, റെഗുലർ പെന്റഗണിൽ എങ്ങനെയാടാ കാണാ? റെഗുലർ പെന്റഗണിൽ എങ്ങനെയാ 1 ആംഗിൾ കാണാ? 1 ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ആംഗിൾസ്. സം ഓഫ് ആംഗിൾസ് എന്താ റെഗുലർ പെന്റഗണിന്റെ? 540 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അതായത് 108 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്താണിത്? ഇത് എന്ന് പറയുന്നത് 108 ഡിഗ്രി ആണ്. ഇനി അടുത്ത ആരാളുള്ളത്? നമ്മളുടെ റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ, ഇവൻ ആരാണ്? റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ.
റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സമഷഡ്ഭുജം ട്ടോ. സമഷഡ്ഭുജം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം ആൻഡ് സമചതുരം. നോക്കിയേ, അതിന്റെ വൺ ആംഗിൾ എന്തായിരിക്കും? സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 720 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 6, അതായത് 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇവൻ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിലടാ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ പി ക്യു ആർ എത്രയാന്നാ ചോദിച്ചത്. നോക്ക്, ഇവൻ എത്രയാന്നാ ചോദിച്ചത്. ഇവൻ എങ്ങനെയാ കാണാ? ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇതെന്താണ്? ഒരു പോയിന്റിന് ചുറ്റുമുള്ള 4 ആംഗിൾസ് ആണ് അല്ലെ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള 4 ആംഗിൾസ് ആണ്. 3 ആംഗിൾ കണ്ടുപിടിച്ചു. 4ാമത്തെ ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആകെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എന്താടാ? 360 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4th ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ആരെ കുറച്ചാൽ മതിയടാ? 90 പ്ലസ് 108 പ്ലസ് 120 കുറച്ചാൽ മതി. അപ്പൊ നോക്ക്, മെസ്സേജ് ചെയ്ത് നോക്കട്ടെ. 120 108 ആൻഡ് 90, ദാറ്റ് ഈസ് 8 9 2 11 1 318. അതായത് എത്ര ഉണ്ടാവും? 4 42 ഡിഗ്രി ഉണ്ടാവും അല്ലെ. 360 മൈനസ് 318, അതായത് 42 ഡിഗ്രി ഉണ്ടാവും. എത്രയായത്? 42 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ ഒരു കാര്യം മാത്രം അറിയേണ്ട, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആകെ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താടാ? 360 ഡിഗ്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഇൻ ദ ഫിഗർ എ റെഗുലർ ഹെക്സഗൺ ആൻഡ് എ സ്ക്വയർ ആൻഡ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ ജോയിൻഡ്. ചിത്രത്തിൽ ഒരു സമഷഡ്ഭുജവും സമചതുരം സമഭുജ ത്രികോണം ഇവ ചേർത്ത് വരച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് അറൌണ്ട് ദ പോയിന്റ് ബി. അപ്പോൾ ബി എന്ന ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ അളവുകൾ കാണുക. അപ്പൊ ഇവൻ എത്രയാണ്, ഇവൻ എത്രയാണ്, ഇവൻ എത്രയാണ്, ഇവൻ എത്രയാണ് എന്നും കാണണം അല്ലെ. അപ്പൊ നമ്മൾ കണ്ടു നോക്കാം അല്ലെ. നോക്കിയേ, എന്താണ് സമചതുരത്തിന്റെ സ്ക്വയറിന്റെ വൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് ചെയ്യുന്നില്ല കേട്ടോ. 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 4, അതായത് എന്താണ്? 90 ആണ്. ദെൻ അടുത്തൊക്കെ സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു റെഗുലർ പോളിഗൺ ആണ് അല്ലെ. അതിന്റെ വൺ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 180 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെ. സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ 180 ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 3. 180 ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? 60. ദെൻ അടുത്ത എന്താണ്? ഇനി ആരാ ഉള്ളത്? ഇവൻ ആരാണ്? റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ വൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 720 ഡിവൈഡഡ് ബൈ 6 ആണ്, അതായത് എന്താണ്? 120 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇവൻ എത്രയായിരിക്കടാ? 360 മൈനസ് ഇവരെ മൂന്നാളും കൂടി കുറച്ചാൽ മതി. 120 പ്ലസ് 90 പ്ലസ് 60 ആയിരിക്കും. അതായത് എന്താ ഉണ്ടാവുക? 120 90 60, അതായത് 0. ദെൻ 6 7 8 17 1 270 ആയിരിക്കും ഉണ്ടാവുക. എത്രയാണ് ഇത്? 270 ഡിഗ്രി ആണ് ഉണ്ടാവുക. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത നോക്കിയേ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ഇന്നർ ആംഗിൾ എത്രയാന്നാ ചോദിച്ചത്. നമുക്കറിയാലോ, നമുക്ക് സിമ്പിൾ അല്ലേ, നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു. എന്താണ്, എങ്ങനെയാ കാണാ? സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അതായത് സം ഓഫ് ആംഗിൾസ് ട്രയാങ്കിളിന്റെ 180 ആണ്, നമ്പർ ഓഫ് സൈഡ്സ് എത്രയാടാ? 3 ആണ്. 180 ബൈ 3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആണ്. ദെൻ അടുത്ത് നോക്കിയേ, ആംഗിൾ ABC എത്ര? നോക്ക്, ABC നമ്മൾ കണ്ടു 270 ആണ് അല്ലെ. 270 ആണ്. എങ്ങനെയാ കണ്ടത്? 360 മൈനസ് 120 പ്ലസ് 90 പ്ലസ് 60 എന്താണ്? ABC 270. ദെൻ അടുത്ത് ആംഗിൾ PQR എത്ര? PQR എത്ര? ഇതെത്രയെന്ന് ഇതെങ്ങനെയാ കാണാ? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിന്റെ ഈ ഒരു ആംഗിൾ പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇത് എത്രയായിരിക്കടാ? നമ്മളുടെ റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് 360. ഒരു പോയിന്റിന് ചുറ്റുമുള്ള 3 ആംഗിൾ അല്ലേ. അപ്പൊ നമുക്ക് 360 90 പ്ലസ് 120 കുറച്ചാൽ മതി. അതായത് എന്താണ്? 360 മൈനസ് 120 90 210 കുറച്ചാൽ മതി. അതായത് എന്താ വരിക? 0. 6 1 പോയാൽ 5, 3 2 പോയാൽ 1.
ദാറ്റ് ഈസ് 150 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്താണ് PQR എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ഏതൊരു ക്വസ്റ്റ്യൻസും ഈ ഭാഗത്ത് നിന്ന് വന്നാൽ നിങ്ങൾ ചെയ്യില്ലേടാ, സിമ്പിൾ അല്ലേ കാര്യം. അപ്പൊ നോക്കിയേ, നമ്മൾ ഇത് അറിയാൻ വേണ്ടിയിട്ട്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾക്ക് അറിയേണ്ട കാര്യം ഇത് മാത്രമാണ്. നമുക്ക് സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക അറിയണം അല്ലെ. സം ഓഫ് ആംഗിൾസ് അറിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കോണുകളുടെ തുക, കോണുകളുടെ തുക അറിയണം. എങ്ങനെയാണ്? ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റത്തെ റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു കോണ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പൊ സം ഓഫ് ആംഗിൾസ് ഹെക്സഗൺ ആണെങ്കിൽ ആദ്യം നമുക്ക് ട്രയാങ്കിൾ നിന്ന് തുടങ്ങാം അല്ലെ. ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ത്രികോൺ ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക? 180 ആണ്. ദെൻ ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? 360 ആണ്. പെന്റഗൺ ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക? പഞ്ചഭുജം എന്ന് പറയുന്നത് 540 ആണ്. ദെൻ ഷഡ്ഭുജം എന്ന് പറയുന്നത് എന്താടാ? ഹെക്സഗൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താടാ? 720 ആണ്. അപ്പൊ എന്താണ്? റെഗുലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 1 ആംഗിൾ കാണാൻ 180/3 ചെയ്താൽ മതി. അതായത് എത്രയാ ഉണ്ടാവുക? 60 ആണ്. ദെൻ ക്വാഡ്രിലാറ്ററൽ, റെഗുലർ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ 1 ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതിടാ? 360/4 ചെയ്താൽ മതി. ദെൻ റെഗുലർ പെന്റഗന്റെ 1 ആംഗിൾ കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 540/5 ആണ്, അതായത് 108 ആണ്. റെഗുലർ ഹെക്സഗന്റെ 1 ആംഗിൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? 720/6 ആണ്, അതായത് എന്താണ്? 120 ഡിഗ്രി ആണ്. അപ്പൊ മക്കൾക്ക് ഈ ഒരു കാര്യം അറിയെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യനും ഈ ഭാഗത്ത് നിന്ന് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഉറപ്പാണ്, ചെയ്യാൻ നിങ്ങൾക്ക് അറിയും. നിങ്ങൾ എന്തായാലും ചെയ്യൂ കേട്ടോ, നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ ഈ കാര്യം മക്കൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇതറിയെങ്കിൽ നിങ്ങൾക്ക് ഓൺ എക്സാം കളറാക്കാം, ഉഷാറാക്കാം, അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണ്ടേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ച കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ ആയിരിക്കും നമ്മളുടെ ഓൺ എക്സാം കളറാക്കാനുള്ള നിങ്ങൾക്കുള്ള ലൈവുകളൊക്കെ എപ്പോഴാണുള്ളത്, നമ്മൾ എപ്പോഴാണ് ലൈവിൽ വരുന്നത്, എപ്പോഴാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉള്ളത്, ആ കാര്യമൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഇപ്പൊ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ കൂടെ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ബൈ.